ഒരു കൊച്ചു കുട്ടിയെ പോലും അദ്ദേഹം ഒരു എന്താ പറയുക, കുഞ്ഞു കുട്ടിയാണെങ്കിൽ കൂടി അദ്ദേഹം അത് ഓക്കെ, നമ്മളൊക്കെ പലപ്പോഴും ചിലപ്പോൾ കുട്ടികളൊക്കെ വരുമ്പോൾ അവൻ കുട്ടിയല്ലേ, അല്ലെങ്കിൽ അത്രമാത്രം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. പലപ്പോഴും നമ്മൾ വലിയ ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ കുട്ടികൾ വരുമ്പോൾ നീ എന്തിനാണ് വലിയ ആൾക്കാരുടെ ഇടയിൽ വരുന്നത്? പക്ഷേ അദ്ദേഹം ആ കുട്ടിയെ പോലും ഒരു സാധാരണ വ്യക്തിയുടെ അല്ലെങ്കിൽ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് അദ്ദേഹം നൽകിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ ചില കാണാം. അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്തേക്ക് ചില കുട്ടികൾ വരുമ്പോൾ അദ്ദേഹം അവർക്ക് നൽകുന്ന പ്രാധാന്യം, അതായത് ഒരു ദിവസം ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് 2018 ഏപ്രിൽ 15 അതായത് സെൻറ്റ് പോൾ ഓഫ് ദി ക്രോസ് ഇടവക സന്ദർശന വേളയിൽ ഇമ്മാനുവൽ എന്ന കുട്ടിയാണ് അവൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം അദ്ദേഹം ആ കുട്ടിയെ മൈക്കിലൂടെ പറയുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ അവനെ അടുത്തേക്ക് വിളിക്കുകയാണ്. അവൻ അടുത്തേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ കൂടെയുള്ള കർദിനാൾമാരെല്ലാം അദ്ദേഹത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്തേക്ക് ആ പയ്യനെ വിടുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് ഒരു സൈഡിൽ. അതിനുശേഷം നിങ്ങളൊന്ന് നോക്കിയേ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത് ഒരു സ്വന്തം അപ്പൻ്റെ അടുത്ത് കിടക്കുന്നത് പോലെയാണ് അവൻ ആ മാർപ്പാപ്പയുടെ അടുത്ത് പോയി കിടക്കുന്നത് എന്നുള്ളതാണ്. ആ ദൃശ്യം കണ്ണീരോടെ അല്ലാണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഒരു കുട്ടി അവൻ അത്രമാത്രം പ്രാധാന്യം നൽകുന്നോ എന്ന് പോലും ചിന്തിക്കണം. ഒരു ഇടവക സന്ദർശന വേളയിലാണ് അവൻ എന്തോ പറയാൻ വന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് എന്തോ ഉൾവിളി ഉണ്ടായിട്ടുണ്ടാവാം. അവനെ വിളിച്ചു. അവൻ വളരെ ദുഃഖത്തിലായിരുന്നു. അവനെ കെട്ടിപ്പിടിച്ച് നിന്ന് അവൻ്റെ ചെവിയോട് ചായ്ച്ച് നിന്ന് അവൻ്റെ വിഷമം കേൾക്കുന്ന ഒരു മാർപ്പാപ്പയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതല്ലേ ശരിക്കും ഈശോ ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും നമ്മുടെ പല വേദനയുമായിട്ട് ഈശോയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് ആ ഒരു ഹൃദയമിടിപ്പ് നമ്മുടെ ചേർത്ത് തീർത്ത് ചെവിയിൽ ഈശോ നമ്മുടെ വിഷമം കേൾക്കുന്നില്ലേ? ആ ഒരു അനുഭവം നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടില്ലേ? അത് തന്നെയല്ലേ ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്യുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ അവൻ്റെ വിഷമം കേട്ടു. അവൻ പറഞ്ഞത് ഇതാണ്, അവൻ്റെ പിതാവ് മരിച്ചുപോയി. അവൻ്റെ പിതാവ് മരിച്ചുപോയപ്പോൾ അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു, വിശ്വാസമില്ലാത്ത ഒരു പിതാവായിരുന്നു അവന്. പക്ഷേ ആ നിരീശ്വരവാദിയായ ഒരു പിതാവ് പക്ഷേ മക്കളെ ജ്ഞാനസ്നാനം നടത്തി തങ്ങളെ വിശ്വാസത്തിൽ വളർത്തി. പക്ഷേ എൻ്റെ പിതാവ് നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ആ മരണവേദനയിലാണ് ആ പയ്യൻ ഒരു അപ്പനെ പോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കെട്ടിപ്പിടിക്കുന്നത്. അതിനുശേഷം അവൻ കരയുന്ന ദൃശ്യം നമുക്കിപ്പോഴും കാണാം. ഫ്രാൻസിസ് മാർപ്പാപ്പയോട് പറഞ്ഞത് പിതാവ് മരിച്ചുപോയി, ഇനി ആ പയ്യൻ അറിയേണ്ടത് എൻ്റെ പിതാവ് സ്വർഗത്തിൽ പോകുമോ? അവൻ ചോദിച്ചു. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യാശയെക്കുറിച്ചും സ്വർഗീയ ജീവിതത്തെക്കുറിച്ചും എല്ലാമാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കുഞ്ഞ് പയ്യൻ്റെ മനസ്സിൽ വന്നത്, എൻ്റെ അപ്പൻ മരിച്ചുപോയത് ഒരു നിരീശ്വരവാദിയായിട്ടാണ്, ഒരു വിശ്വാസമില്ലാതെയാണ് എൻ്റെ അപ്പൻ മരിച്ചുപോയത്. ആ അപ്പൻ മരിച്ചു പോകുമ്പോൾ അദ്ദേഹം ഇനി എൻ്റെ അപ്പൻ സ്വർഗത്തിൽ പോവില്ലല്ലോ എന്നൊരു സങ്കടമാണ് അവനെ ആ ഒരു കരയിപ്പിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് എന്തോ അത് തോന്നി. ഫ്രാൻസിസ് മാർപ്പാപ്പ ആ പയ്യനെ അടുത്ത് വിളിച്ചതിന് ശേഷം അദ്ദേഹം സംസാരിച്ച് നമ്മൾ കണ്ടതാണ് അല്ലേ? കെട്ടിപ്പിടിച്ച് ഒരു സ്വന്തം അപ്പനെ പോലെ. ഒന്ന് ആലോചിച്ച് നോക്കി, അപ്പൻ നഷ്ടപ്പെട്ട വേദനയിൽ ആ പയ്യൻ അവിടെ വന്നിരിക്കുമ്പോൾ ഒരു അപ്പൻ്റെ സ്നേഹത്തോടു കൂടി ഒരാൾ കെട്ടിപ്പിടിക്കുമ്പോഴുള്ള ആ ഒരു അനുഭവം, അത് നമുക്ക് വിവരിക്കാനാവാത്ത ഒരു അനുഭവമാണ്. അവൻ അത്രമാത്രം ആശ്വാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യൻ ചോദിച്ച കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പ പിന്നീട് അവരോട് പറയുകയാണ്. അവർ അങ്ങനെ, അതായത് ഒരു നോൺ റിലീജിയസ് ആ വ്യക്തിയായിരുന്നു, നിരീശ്വരവാദിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് 4 മക്കളുണ്ടായിരുന്നു. ആ 4 മക്കളെയും അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തി, കത്തോലിക്ക വിശ്വാസത്തിൽ വളർത്തി, മാമോദിസ നൽകി. അങ്ങനെ ഒരു പിതാവ് അദ്ദേഹം സ്വർഗത്തിൽ പോകുമോ? ഇതായിരുന്നു ആ പയ്യന് അറിയേണ്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ആ കുട്ടിയെ കരയാൻ, അതായത് ആ മാർപ്പാപ്പ ആ കുട്ടിയുടെ ഈ ഒരു സാക്ഷ്യം ജനങ്ങളോട് പറഞ്ഞതിന് ശേഷം പറഞ്ഞത്, ഈ 4 മക്കളെയും വിശ്വാസത്തിലേക്ക് വളർത്താൻ ആ പിതാവ് സാധിച്ചുവല്ലോ എന്ന് പറഞ്ഞേ. അതായത് അദ്ദേഹത്തിന് നല്ലൊരു മനസ്സുണ്ടെന്ന് മാർപ്പാപ്പ ആ പൊതുജനത്തോട് മകനോട് പറയാം, മകനെ, നിൻ്റെ അപ്പൻ നിരീശ്വരവാദിയായിരിക്കാം, അല്ലെങ്കിൽ നോൺ റിലീജിയസ് വ്യക്തിയായിരിക്കാം, പക്ഷേ നിങ്ങളെ 4 പേരെയും അദ്ദേഹം വിശ്വാസത്തിൽ വളർത്തിയില്ലേ, നിങ്ങളുടെ മക്കൾക്ക് മാമോദിസ നൽകാൻ അദ്ദേഹം തയ്യാറായില്ലേ, അതിനർത്ഥം ആ പിതാവ് ഒരു നല്ല മനുഷ്യനാണെന്നാണ്, നല്ല മനസ്സിന് ഉടമയാണ് ആ പിതാവ്. അതല്ലെങ്കിൽ ഒരുപക്ഷെ നിരീശ്വരവാദിയായ വിശ്വാസമില്ലാതിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തൻ്റെ മക്കളെയും അദ്ദേഹം വിശ്വാസമില്ലാതെ വളർത്താമായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹം അവരെ വിശ്വാസത്തിൽ വളർത്തു. അതുകൊണ്ട് തന്നെ ഇമ്മാനുവലിനോട് പറഞ്ഞു, നിൻ്റെ പിതാവ് നല്ല മനസ്സുള്ളവനാണ്. ആ നല്ല മനസ്സുള്ള വ്യക്തികളെ ദൈവം കാണും. നല്ല മനസ്സുള്ള ആ വ്യക്തി തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോകും എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയും ചെയ്തു. അപ്പോൾ
അവനുണ്ടായിരുന്ന ആശ്വാസം ആലോചിച്ച് നോക്കി. അതായത് തൻ്റെ പിതാവ് സ്വർഗത്തിൽ പോകില്ല എന്ന് വിഷമിച്ചിരുന്ന ആ മകനോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, വിശ്വാസം ഒരു ക്രൈസ്തവ വിശ്വാസം അദ്ദേഹം മാമോദിസ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സ് എങ്ങനെയായിരുന്നു, നല്ല മനസ്സുള്ളവനായിരുന്നു. ആ നല്ല മനസ്സിലാണ് സ്വർഗത്തിൽ പോകുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഈ ഒരു കാര്യം, ഈ ഒരു ദൃശ്യങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ചിന്തയെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. കാരണം എല്ലാ ദിവസവും പള്ളിയിൽ പോയി എല്ലാ കൂദാശകളും കൃത്യമായി സ്വീകരിച്ച് അങ്ങനെ നടക്കുന്നവരാണ് ഒരു വിശുദ്ധന്മാർ. അല്ലാത്തവരൊക്കെ നരകത്തിൻ്റെ സന്തതികളാണെന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു വിശ്വാസ കാലഘട്ടത്തിൽ നിന്ന് അങ്ങനെയല്ല, മാമോദിസ സ്വീകരിച്ചില്ലെങ്കിൽ കൂടി നിനക്ക് നല്ലൊരു മനസ്സുണ്ടോ, ഒരു മനുഷ്യനാണെങ്കിൽ അവൻ എത്രമാത്രം പാപത്തിൽ കഴിഞ്ഞിരുന്ന വ്യക്തിയാണെങ്കിൽ കൂടി അവന് അതിൽ നിന്നൊരു മാനസാന്തരമുണ്ടായി ഒരു നല്ല മനസ്സിൻ്റെ ഉടമയിലേക്ക് അദ്ദേഹത്തിന് സാധിച്ചോ, അങ്ങനെയെങ്കിൽ അവന് സ്വർഗമുറപ്പ് എന്നുള്ളൊരു സന്ദേശമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയത്.